ഹലോ ഫ്രണ്ട്സ്, 100 ഡേയ്സ് മൈ പ്രിൻസ് എപ്പിസോഡ് 12 സ്റ്റാർട്ട് ചെയ്യുന്നത് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നാലും രാജകുമാര എന്ന ഒരു വിളിയിൽ അന്തം വിട്ടു നിൽക്കുന്ന നമ്മുടെ വൂന്തൂക്കിനെ കാണിച്ചാണ്. ഇവനാണെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത്, രാജകുമാരൻ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്, ഒരു പോസ്റ്ററിൽ ഞാനത് വായിച്ചതുമാണെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞങ്ങളും വിചാരിച്ചത്. പക്ഷേ അങ്ങ് ജീവിച്ചിരിക്കുന്ന കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ ഭാര്യയും അവരുടെ വയറ്റിലുള്ള കുഞ്ഞും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ അത് കേട്ട് ആകെ ഷോക്ക് ആകുന്നുണ്ട്. കിംചിയുടെ മകളുടെ കാര്യം ഇവൻ പെട്ടെന്ന് ആലോചിച്ചെടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോങ്ഷിമിനെ ആണെങ്കിൽ ഒരു പല്ലക്കിൽ കൊണ്ടുപോകുന്നതും ഇതൊക്കെ ജെയുൻ മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന ഗുമസ്തനാണെങ്കിൽ ഇയാൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ജെയുനാണെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യം അവിടെ ഏൽപ്പിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ കിംചയുടെ ആളുകളാണെങ്കിൽ വൂന്തൂക്കിന്റെ ആ വീട്ടിൽ വന്ന് അവിടെ മൊത്തം അരിച്ചു പറക്കുന്നതും ഇവരെല്ലാവരും അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഗുമസ്തനും അച്ഛനാണെങ്കിൽ ഇതൊക്കെ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരിക്കും. അച്ഛനാണെങ്കിൽ ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്, ആരാ ഇവരെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല, ഉടനെ തന്നെ രക്ഷപ്പെടണം എന്നാണ് ഗുമസ്തൻ ഇവരോട് പറയുന്നത്. ഇതേ ടൈമില് പല്ലക്കില് ഹോങ്ഷിമിനെ ഒരു കാട്ടിലൂടെ കൊണ്ടുപോകുന്നതും ഇവരെ നമ്മുടെ ജെയുൻ ഫോളോ ചെയ്യുന്നതുമാണ് കാണിക്കുന്നത്. ഇതേ ടൈമില് കൊട്ടാരത്തിലാണെങ്കിൽ പട്ടാഭിഷേകത്തിനുള്ള ആ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നിരന്നു നിൽക്കുന്നതും പ്രിൻസസ് സെവോൺ ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ടൈമിലാണ് പെട്ടെന്ന് അങ്ങോട്ട് ഇടിച്ചു കയറി കിംച വരുന്നതും കിംചയെ കാണുമ്പോൾ കിങ് ഒന്ന് പതറുന്നുണ്ട്. അപ്പൊ കിംചയുടെ സ്റ്റാഫുകളാണെങ്കിൽ അങ്ങ് ഇത് ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. കിംചയാണെങ്കിലും അങ്ങ് എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അറ്റാക്ക് നേരിടേണ്ടി വന്നു, അതുകൊണ്ടാണ് ഇത്രയും നേരം വൈകിയതെന്ന് പറയുമ്പോൾ രാജാവാണെങ്കിൽ ഇത് പ്രിൻസസ് സെവോണിന്റെ പട്ടാഭിഷേകമാണ്, ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇതുപോലെയാണോ കടന്നു വരേണ്ടെന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന ടൈമിൽ ഈ ഒരു പരിപാടി ഇന്നിവിടെ നടക്കത്തില്ല, അത് നിർത്തിവെക്കണമെന്ന് കിംച പറയുന്നത് കേട്ട് കിങ് അങ്ങ് ചൂടാകുന്നുണ്ട്. അപ്പൊ കിംചയാണെങ്കിൽ ഓൾറെഡി രാജകുമാരൻ ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ ആ സ്ഥാനത്തേക്ക് പ്രിൻസസ് സെവോണിനെ കൊണ്ടുവരാൻ പറ്റൂ എന്ന് കിംച ചോദിക്കുന്നത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ കറക്റ്റ് ടൈമിലാണ് വാതിൽ തുറന്ന് നമ്മുടെ രാജകുമാരൻ അങ്ങോട്ട് വരുന്നതും ഇദ്ദേഹത്തെ കാണുന്ന ടൈമിൽ എല്ലാവരുടെയും കിളി പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ബോധം വരുന്ന ഹോങ്ഷിമാണെങ്കിൽ ഒരു വീടിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ ഇവൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചെടുക്കുന്നതും പുറത്തേക്ക് വരുമ്പോൾ അവിടെ ചേട്ടനെ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ചേട്ടൻ തന്നെയാണ് ഇവളെ കടത്തിയിരിക്കുന്നത്. ഇവളാണെങ്കിൽ ചേട്ടൻ നമ്മൾ ഇത് എവിടെയാ, ഇത് ഏതാ സ്ഥലം, എവിടെ പോയി, വൂന്തൂക്കിയും അച്ഛനൊന്നും കാണാനില്ലല്ലോ, എനിക്ക് എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ ബ്രദർ ഇവളെ തടയുന്നുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ എനിക്ക് അവരില്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല, ഈ വൂന്തൂക്ക് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡാ, ചേട്ടൻ കണ്ടിട്ടില്ലേ എന്നൊക്കെ പറയുന്ന ടൈമിൽ നമുക്ക് അവനെ ഒരിക്കലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ബ്രദർ പറയുന്നുണ്ട്. അപ്പൊ ഹോങ്ഷിം ആണെങ്കിൽ ചേട്ടൻ ഇങ്ങനെ പേടിക്കേണ്ട, അവൻ നല്ലൊരാളാ, ഇങ്ങനെ പറയാതൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുമാത്രം വിഷമമുണ്ടായിരിക്കും, അവരിത് എങ്ങനെ സഹിക്കും, എനിക്ക് അവരുടെ അടുത്തേക്ക് ഉടനെ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവള് ബഹളം വെക്കുന്ന ടൈമില് ബ്രദർ ആണെങ്കിൽ നീ അവനെ ഉടനെ തന്നെ മറക്കണം എന്ന് പറയുന്നത് കേട്ട് എന്തിനെ എന്ന് ഇവള് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബ്രദർ ആണെങ്കിൽ അത് വൂന്തൂക്കല്ല, ഈ രാജ്യത്തിന്റെ രാജകുമാരനാണെന്ന് പറയുമ്പോൾ ഇവള് ശരിക്കും ഞെട്ടുന്നുണ്ട്. ചേട്ടൻ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് അവനെ നേരിട്ട് കാണണം, അവന്റെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കണമെന്ന് പറയുന്ന ഹോങ്ഷിമിനോട് നിനക്ക് ഒരിക്കലും അവനിനി കാണാൻ പറ്റത്തില്ല, ഇതിനോടകം അവൻ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കും, അവൻ രാജകുമാരിയെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് പറയുന്നതും ഇവളാകെ ഇല്ലാതെ ആകുന്നുണ്ട്. ബ്രദർ ആണെങ്കിൽ ഇനി നിനക്ക് ഒരിക്കലും അവനെ കാണാൻ പറ്റത്തില്ല, നമ്മുടെ അച്ഛനെ കൊന്ന കിംചയുടെ മരുമകനാണ് അവനെന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ജെയുൻ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ഇതേ ടൈമില് രാജകുമാരനെ കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ ക്യൂനിന്റെ സൈഡിലുള്ള ആളുകളാണെങ്കിൽ ഇത് രാജകുമാരനാണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും, അദ്ദേഹത്തെ പോലെയുള്ള ഒരാളിനെ പിടിച്ചു കൂട്ടുന്നതായിരിക്കൂടെ, ഇതൊരിക്കലും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ കിങ് ആണെങ്കിൽ നേരിട്ട് ഇറങ്ങി വരുന്നതും ഇവനോട് ചോദിക്കുന്നുണ്ട് നീ രാജകുമാരൻ തന്നെയാണോ, എൻ്റെ മകനാണോ എന്ന്. ആ സമയത്ത് നമ്മുടെ വൂന്തൂക്കാണെങ്കിൽ ഇനി വൂന്തൂക്ക് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, ലിയൂളാണെങ്കിൽ ഞാൻ അച്ഛനെ ഒരുപാട് വിഷമിപ്പിച്ചു, അതിൽ എനിക്ക് ഖേദമുണ്ട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് കേട്ട് കിങ്ങിന് അങ്ങ് വിശ്വാസം വരുന്നുണ്ട്. ഇതേ ടൈമിൽ ക്യൂനാണെങ്കിൽ എന്തൊക്കെ നടന്നു എന്നൊന്നും അറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതും അങ്ങോട്ട് വരുന്ന സെവോണിനോടാണെങ്കിൽ പരിപാടി കഴിഞ്ഞു എന്ന് ചോദിക്കുന്ന ടൈമിൽ രാജകുമാരൻ തിരിച്ചെത്തി എന്ന് പറയുന്നത് കേട്ട് ക്യൂനാകെ ഞെട്ടുന്നതും ഇത് കേൾക്കുന്ന പ്രിൻസസിന്റെയും റിയാക്ഷൻ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് എന്തായാലും നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് പ്രിൻസസ് അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പോകുന്ന ടൈമിൽ പ്രിൻസസും നമ്മുടെ രാജകുമാരനും നേർക്ക് നേർ വരുന്നതും ഇവനാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. പ്രിൻസസ് ആണെങ്കിൽ മുന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പെട്ടെന്ന് അവൾക്കൊരു വയറുവേദന വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലിയൂളിനാണെങ്കിൽ ഒരു സഹതാപം തോന്നുന്നുണ്ട്. അങ്ങോട്ട് വരുന്ന കിംചയാണെങ്കിൽ ഇത് രാജകുമാരിയാണ്, നിങ്ങളെ കണ്ടിട്ട് ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, ഒരുപാട് വിഷമം ഇതിനോടകം അവൾ സഹിച്ചു കഴിഞ്ഞല്ലോ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ചേംബറിലേക്ക് പോയി നിങ്ങളുടെ റോയൽ വസ്ത്രങ്ങളൊക്കെ എടുത്തു ധരിച്ചാലും എന്നാണ് കിംച അവിടെ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ലിയൂളാണെങ്കിൽ പ്രിൻസസിനെ മറികടന്നു പോകുന്നതും പിന്നീട് പ്രിൻസസ് ആണെങ്കിൽ അച്ഛനോട് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നേ എന്ന്. കിംചയാണെങ്കിലും അവന് അമ്നീഷിയാണ്, അവന് പണ്ടത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അതൊരു അഭിനയമായിക്കൂടെ എന്ന് പ്രിൻസസ് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കിംചയാണെങ്കിൽ അങ്ങനെ ഒരു അഭിനയം ആകാനൊന്നും
വഴിയില്ല. ഇത്രയും ദിവസമായിട്ടും അവൻ എന്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല, അവൻ ആരാണെന്ന് പോലും അവന് ഓർമ്മയില്ല എന്ന് കിംച പറയുന്നതും ഇതേ സമയം നമ്മുടെ ലിയൂളാണെങ്കിൽ അവൻ്റെ ചേംബറിലേക്ക് വരുന്നുണ്ട്. അവൻ ആ റൂമൊക്കെ നന്നായി നോക്കുന്ന ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. കിംചയാണെങ്കിലും ഇത് പറ്റിയ അവസരമാണ്. അവനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് നിന്റെ വയറ്റിലുള്ളത് അവൻ്റെ കുട്ടിയാണെന്നാണ്. ഇതെല്ലാം ഒരു തുടക്കമാണ്. എന്തായാലും നീ നന്നായി പെരുമാറി അവൻ്റെ മനസ്സ് പിടിച്ചടക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നതും അവൻ ഓർമ്മ തിരിച്ചു വന്ന എന്ത് ചെയ്യുമെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. കിംചയാണെങ്കിലും അവൻ്റെ കൂടെ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഞാൻ നിയമിച്ച സ്റ്റാഫുകളായിരിക്കും. അവനിപ്പോൾ എന്നെ നല്ല വിശ്വാസമാണ്, എന്നെ മാത്രമേ വിശ്വാസമുള്ളൂ. എനിക്ക് ശരിക്കും ഒരുപാട് ബുദ്ധിയുള്ള നല്ല സ്മാർട്ടായിട്ടുള്ളൊരു മരുമകനെ ആവശ്യമില്ല. ഞാൻ സ്ക്രൂ തിരിച്ച ആടുന്ന ഒരു പാവയെ പോലത്തെ ഒരു മരുമകനെ മതി. അതിപ്പോ ഇവനെ കൊണ്ട് സാധിക്കും. നിന്റെ മകൻ പുറത്തു വന്ന് അവനൊരു രാജകുമാരനാക്കുന്നത് വരെ ഇത് തുടർന്നേ പറ്റൂ എന്ന് കിംച അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ അവിടുത്തെ ലേഡീസ് ആണെങ്കിൽ ഇവന് ആ വസ്ത്രമൊക്കെ ധരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവൻ ആലോചിക്കുന്നത് കിംച ഇവനോട് പറഞ്ഞിരുന്നു അങ്ങയെ കൊല്ലാൻ ശ്രമിച്ചത് രാജ്ഞിയാണെന്നും രാജ്ഞിയുടെ മകനെ രാജകുമാരനാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇതെല്ലാം ഞാൻ കിങ്ങിനോട് പറഞ്ഞതാണ്, പക്ഷെ അദ്ദേഹം എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഈ ഒരു പട്ടാഭിഷേകം നമുക്ക് നിർത്തിവെക്കണം, അല്ലെങ്കിൽ താങ്കൾക്കും താങ്കളുടെ ഭാര്യയ്ക്കും നിങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനൊക്കെ ഇത് ബാധിക്കും. അതുപോലെ നിങ്ങൾ ആ നാട്ടിലെ ഒരു പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ, ആ പെൺകുട്ടിയെ പറ്റിയും അച്ഛനെ പറ്റിയും ഒന്നും ആരും അറിയാതിരിക്കുക നല്ലത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ശത്രുക്കള് അവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മറക്കുന്നതാണ് നല്ലത്. അതുപോലെ നിങ്ങൾക്കിപ്പോ ഓർമ്മയില്ല എന്നുള്ള കാര്യവും ആരോടും പറയാതിരിക്കുന്നതാ നല്ലത്. കാരണം കൊട്ടാരത്തില് ആരെയും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അതൊരു തന്ത്രമാക്കിയിട്ട് നിങ്ങൾക്കെതിരെ അവരുപയോഗിക്കുമെന്നൊക്കെ ഇവനോട് കിംച പറഞ്ഞു കൊടുത്തിരുന്നു. ഇതെല്ലാം തന്നെ ലിയൂൾ ആലോചിച്ചെടുക്കുന്നതും ഇതേ സമയം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഹോങ്ഷിമിനെയും പൂന്തൂക്കിനെയും ഒന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരാകെ തപ്പുന്നതും ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ അവർ പോകുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല, എന്തോ പ്രശ്നമുണ്ട്, മജിസ്ട്രേറ്റ് ഓഫീസിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യണമെന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് മാസ്റ്റർ പാർക്ക് എത്തുന്നതും. അതായത് പൂന്തൂക്ക് മിലിറ്ററി സർവീസിൽ വെച്ചിട്ട് എന്തോ ഒരു ട്രഷർ മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും അതിപ്പോൾ പിടിക്കപ്പെട്ടു, അതിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങണം എന്നൊക്കെ പറയുന്ന ടൈമിൽ പൂന്തൂക്ക് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഗുദൂൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ പാർക്കാണെങ്കിൽ എന്തായാലും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഈ നാട്ടിൽ അവരെ പറ്റിയിട്ടുള്ള ഒരു സംസാരം പോലും ഉണ്ടാവരുത് എന്നാണ് അവിടെ പറയുന്നത്. ഇതൊക്കെ തന്നെ പിന്നീട് ഹോങ്ഷിമിൻ്റെ അച്ഛൻ അറിയുന്നതും എൻ്റെ മകളെയും മരുമകനെയും ഹാനിയാങ്ങിലേക്ക് കൊണ്ടുപോയോ, ട്രഷർ മോഷ്ടിച്ചു എന്നൊക്കെയാണോ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അവരെ കൊല്ലില്ലേ, എനിക്ക് അവരെ എന്തായാലും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അവിടെ നിന്നും പുറപ്പെടുന്ന ടൈമിലാണ് അങ്ങോട്ട് നമ്മുടെ ജെയ്യൂൻ എത്തുന്നതും ഇയാളോട് സംസാരിക്കണമെന്ന് പറയുന്നതും. ഹോങ്ഷിമിൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ മകളെയും മരുമകനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്കതിന് കഴിയില്ല, എൻ്റെ കയ്യിൽ പവറില്ല, നിങ്ങൾ നല്ലൊരു വ്യക്തിയല്ലേ, എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആകെ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ടൈമിൽ ജെയ്യൂനാണെങ്കിൽ നിങ്ങൾ മകളെ പറ്റി ആലോചിക്കേണ്ട, അവളിപ്പോൾ അവളുടെ ബ്രദറിൻ്റെ കൂടെയാണുള്ളതെന്ന് പറയുമ്പോൾ അച്ഛൻ ആകെ സമാധാനാകുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് അല്ല അപ്പോൾ ഊന്തൂക്കോ അവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ, ട്രഷറൊക്കെ മോഷ്ടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ അവന് ചിലപ്പോൾ കൊലക്കയറില്ലേ കിട്ടുക, അതായത് അവരവനെ കൊല്ലില്ലേ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഒരു പാവാണെന്നൊക്കെ പറയുന്ന ടൈമിൽ പൂന്തൂക്കിനൊന്നും സംഭവിക്കില്ല, അവൻ സേഫായിട്ട് തന്നെ ഹാനിയാങ്ങിലുണ്ടായിരിക്കും. കാരണം ആള് ഈ രാജ്യത്തിൻ്റെ രാജകുമാരനാണെന്ന് പറയുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജെയ്യൂനാണെങ്കിൽ അതെ ആള് രാജകുമാരനാണ്, ഇതിവിടെ ആർക്കും അറിയില്ല, നിങ്ങളിതൊരു പ്രശ്നമാക്കി ഹാനിയാങ്ങിലേക്ക് പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞതെന്ന് അവിടെ പറയുന്നതും ഇതെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുന്ന ആ ലേഡിയാണെങ്കിൽ ഇത് കേട്ടിട്ട് ശരിക്കും ഞെട്ടുന്നുണ്ട്. ഇതേ ടൈമിൽ കൊട്ടാരത്തിലാണെങ്കിൽ കിങ് ആകെ സങ്കടത്തിലായിരിക്കും. അതായത് എൻ്റെ മകൻ തിരിച്ചു വന്നു, എനിക്ക് സന്തോഷം തന്നെയാണ്, പക്ഷെ എനിക്ക് അവനോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അവനെ തിരിച്ചു കൊണ്ടുവന്നത് കിംചയും അയാളുടെ ആളുകളും കൂടിയിട്ടാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കതിന് കഴിഞ്ഞില്ല, നിങ്ങളൊക്കെ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ച് കിങ് ചൂടാകുന്ന ടൈമിൽ ഈ ക്യൂനിൻ്റെ സ്പൈ ആണെങ്കിൽ എന്തൊക്കെ വന്നാലും നമുക്ക് കിംചയെ കൊടുക്കാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ, അയാളെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് മീറ്റിംഗ് വെക്കുന്ന ടൈമിൽ ഇയാളാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, അതായത് കിംചയാണല്ലോ രാജകുമാരൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് ഒരു കത്തിക്കരിഞ്ഞ ശരീരം അങ്ങോട്ട് കൊണ്ടുവന്നതും അത് പിന്നെ വലിയ ആചാരങ്ങളോട് കൂടിയിട്ടും അതുപോലെ വലിയ ആഘോഷമൊക്കെ ആക്കിയിട്ടാണല്ലോ ശവസംസ്കാരം ചെയ്തത്. അങ്ങനെ ഒരുപാട് കാശൊക്കെ നഷ്ടമായിട്ടുണ്ട്, എല്ലാവരെയും ഷോക്കാക്കി. അതുപോലെ ഇപ്പോൾ പ്രിൻസ് സെവോണിൻ്റെ പട്ടാഭിഷേകം നടത്താൻ പോവാന്ന് പറഞ്ഞ് ഒരുപാട് വിശിഷ്ട വ്യക്തികളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരിക്കും, അവർക്കും അതൊരു അഭിമാന പ്രശ്നമായിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതിൻ്റെ പേരിലൊക്കെ ഇയാൾക്കെതിരെ കേസ് എടുക്കണമെന്ന് പറയുമ്പോൾ കിംച ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നാൽ അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് തീരുമാനമാണ് അങ്ങ് എടുക്കുന്നത്, ഒന്നില്ലെങ്കിലും രാജകുമാരനെ അവസാനം തിരിച്ചു കൊണ്ടുവന്നത് ഇദ്ദേഹം തന്നെയല്ലേ എന്നൊക്കെ അവിടെ ചോദിക്കുന്നതും കിങ് ആണെങ്കിൽ ആൾക്ക് കിംചേനെ എങ്ങനെയെങ്കിലും ഒതുക്കല്ലേ വേണ്ടത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ശിക്ഷ ഏറ്റുവാങ്ങണം, ഉടനെ തന്നെ നിങ്ങളുടെ സ്ഥാനം ഒഴിയണം, നിങ്ങൾ വീട്ടിലിരിക്കണം എന്നവിടെ പ്രഖ്യാപിക്കുന്ന ടൈമിലാണ് കറക്റ്റ് അങ്ങോട്ട് ലിയൂൾ എത്തുന്നതും. എന്നെ കാണാതായ ഒരു കേസിൽ അദ്ദേഹത്തെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ലിയൂൾ പറയുന്ന ടൈമിൽ നീ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണോ എന്ന് കിങ് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ക്യൂനിന്റെ സ്പൈ ആണെങ്കിലോ ഇദ്ദേഹം കാരണമാണ് അങ്ങേക്ക് 100
ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്ന് പറയുമ്പോൾ, ശരി അങ്ങനെയെങ്കിൽ ആ 100 ദിവസം കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? എന്നിട്ടും അദ്ദേഹം തന്നെയല്ലേ എന്നെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് തിരിച്ചെത്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ വായങ്ങ് അടയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാഫ് ആണെങ്കിൽ ഇത്രയും ദിവസമായിട്ട് അങ്ങ് എന്തുകൊണ്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് മാരകമായിട്ട് പരിക്കുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു, അത് മാത്രമല്ല എനിക്ക് എൻ്റെ ബോധവും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് ലിയോൾ അവിടെ പറയുന്നതും, എന്നെ കാണാതായ ഈ 100 ദിവസത്തിന്റെ കാര്യം പറഞ്ഞ് ആരെയും ശിക്ഷിക്കരുതെന്ന് ലിയോൾ അവിടെ പറയുന്നുണ്ട്. ലിയോൾ ഇങ്ങനെ പറയുന്നതോടുകൂടി കിങ്ങിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവുകയാണ്. കിംചയ്ക്കാണെങ്കിലോ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് കിംചയാണെങ്കിൽ നമ്മുടെ ലിയോളിനെ പ്രൈവറ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതും മെഡിസിൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ കിംച പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു, അതുപോലെ മാർഷൽ ആർട്സിലൊക്കെ നല്ല കേമനായിരുന്നു എന്നൊക്കെ. അതുപോലെ ഈ രാജകുമാരന് വേണ്ടിയിട്ട് എല്ലാ സ്റ്റാഫിനെയും അവിടെ പുതുതായിട്ടാണ് നിയമിക്കുന്നത്. അതായത് കിംചയുടെ ആളുകൾ തന്നെ ആയിരിക്കും. കിംച അവിടെ പറയുന്നത് അന്ന് ആ പൂജയ്ക്ക് വന്ന എല്ലാ സൈന്യത്തിലെ ആളുകളും മരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പുതിയ ആളുകളെ വെക്കുന്നതാണ് നല്ലത് എന്ന് കിംച അവിടെ പറയുന്നുണ്ട്. അതുപോലെ അങ്ങ് പ്രിൻസസിനെ കാണാൻ പോകുന്നില്ലേ, അവള് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും കാലം ഒരുപാട് സങ്കടം അവള് അനുഭവിച്ചു എന്നൊക്കെ പറയുന്നതും ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് പിന്നീട് ഭക്ഷണം കഴിക്കുന്ന ഹോങ്ഷിമിനെയും ബ്രദറിനെയാണ് കാണിക്കുന്നത്. ഇവളോട് ആള് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ഇവൾ അവിടെ പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ ആലോചിച്ചിരുന്നു, ഞാൻ ശരിക്കും ഹോങ്ഷിമും അവൻ ശരിക്കും വൂന്തൂക്കായിരുന്നെങ്കിൽ എങ്ങനെ ഈ കഥ അവസാനിച്ചേനെ എന്ന്. അതൊരു ഫൂളിഷ് ആയിട്ടുള്ള കാര്യമാണല്ലേ എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ എനിക്ക് കുറച്ചു നേരം പുറത്ത് ഒറ്റയ്ക്കിരിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന ടൈമിൽ ബ്രദർ പറയുന്നുണ്ട്, അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ നിനക്ക് ഒരിക്കലും അവൻ്റെ അടുത്ത് എത്താൻ കഴിയില്ല, കാരണം അവൻ അത്രയ്ക്ക് മുകളിലാണെന്ന് ബ്രദർ അവിടെ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ആ ഷൂസൊക്കെ കാണുന്ന ടൈമിൽ ഇവൻ ആലോചിക്കുന്നുണ്ട്. ആദ്യം ദേഷ്യത്തിൽ ആ ഷൂസൊക്കെ ഇവൾ വലിച്ചെറിയുന്നുണ്ടെങ്കിലും പിന്നീട് ഇവൾക്ക് ആകെ സങ്കടം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ആ ഷൂ ഒക്കെ പിന്നീട് തപ്പിയെടുക്കുന്നതും ഇവൻ ആ ഷൂ ഗിഫ്റ്റ് ചെയ്തൊരു സന്ദർഭവും അതുപോലെ നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പാവം നന്നായി വിഷമിച്ച് കരയുന്ന ഒരു സാഡ് സീനാണ് അവിടെ കാണിക്കുന്നത്. ഇതേ ടൈമിൽ പ്രിൻസ് ആണെങ്കിൽ പ്രിൻസസിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ചേംബറിൽ എത്തുന്നതും ജെയൂൻ ആണെങ്കിൽ ഹോങ്ഷിമിന്റെ ബ്രദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവൾക്ക് ഒരിക്കലും രാജകുമാരനെ മറക്കാൻ കഴിയില്ല എന്ന് സ്വയം പറയുന്നുണ്ട്. ഇതേ സമയം ലിയോൾ ആണെങ്കിൽ ഞാൻ തിരിച്ചു വന്നതിൽ നിനക്ക് സന്തോഷമില്ലേ എന്ന് പ്രിൻസസിനോട് ചോദിക്കുമ്പോൾ, ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് പ്രിൻസസ് അവിടെ പറയുന്നതും, കോർട്ട് ലേഡിയാണെങ്കിൽ വയറ്റിലുള്ള കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു പുസ്തകമൊക്കെ വായിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, അച്ഛൻ്റെ ശബ്ദം അങ്ങനെയെങ്കിലും കേൾക്കട്ടെ എന്ന് പറഞ്ഞ് പുസ്തകങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് അത് മാറ്റി വെക്കുന്ന ടൈമിൽ പ്രിൻസസ് ആണെങ്കിൽ അങ്ങേക്ക് ഇപ്പോൾ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ പൊക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ നോക്കുന്ന ടൈമിൽ പ്രിൻസസ് അവിടെ പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും അത്ര നല്ല ടേംസിലൊന്നും ആയിരുന്നില്ല എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന കോർട്ട് ലേഡിയാണെങ്കിൽ നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് അവിടെ ചോദിക്കുമ്പോൾ പ്രിൻസസ് ആണെങ്കിൽ നമ്മൾ തമ്മിൽ അത്ര ഗുഡ് ടേംസിലൊന്നും ആയിരുന്നില്ല, നമ്മുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ നിങ്ങൾ ഇവിടുന്ന് കാണാതായതിനു ശേഷം ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ഞാൻ ശരിക്കും അനുഭവിച്ചു, നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ജീവിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇതൊക്കെ കേൾക്കുന്ന ലിയൂളിനാണെങ്കിൽ പാവം ഇതൊക്കെ അങ്ങ് വിശ്വസിച്ചു പോകുന്നുണ്ട്. ഞാൻ നിന്നെ ഇനി ഒരിക്കലും സങ്കടപ്പെടുത്തില്ല, ഒന്നില്ലെങ്കിലും നീ എൻ്റെ കുട്ടിയുടെ അമ്മയല്ലേ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ജെയ്യോനും ഏയോളും ആണെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ടൈമിൽ അവിടെ ഏയോള് പറയുന്നുണ്ട്, എനിക്ക് രാജകുമാരനെ ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നുക, കാരണം ഇപ്പോഴും ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ, ആളിപ്പോൾ ആൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ത്രീയുടെ കൂടെയാണ് ജീവിക്കേണ്ടത്, അവർ തമ്മിൽ നല്ല ടേംസിലൊന്നും ആയിരുന്നില്ല, മാത്രമല്ല ആ കുട്ടി അത് രാജകുമാരന്റെ അല്ല എന്ന എല്ലാവരും പറയുന്നത് എന്നൊക്കെ ഏയോള് പറയുന്ന ടൈമിൽ ജെയ്യൂനാണെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ലല്ലോ, അവർ തമ്മിൽ ഗുഡ് ടേംസിലല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുട്ടി എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിക്കുന്നതും ഏയോളാണെങ്കിൽ അതൊന്നും അറിയത്തില്ല, ചിലപ്പോൾ രാജകുമാരൻ നമ്മുടെ ഹോങ്ഷിമിനെ പാലസിലേക്ക് വിളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ജെയ്യൂനാണെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, കാരണം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഈ ടൈമിലാണ് അങ്ങോട്ട് മാസ്റ്റർ പാർക്ക് ഓടിയെത്തുന്നതും അയ്യോ ഇപ്പം ഇതിനുള്ള സമയമൊന്നുമല്ല ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞ് ജെയ്യൂൻ അങ്ങ് വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നെയാണ് നമ്മുടെ കിംച ഇവിടെ എത്തിയതും വൂന്തൂക്കിനെ പറ്റി ചോദിച്ചു, അപ്പോഴല്ലേ കാര്യം മനസ്സിലായത്, അത് വൂന്തൂക്കല്ല, അത് നമ്മുടെ രാജകുമാരനാണ്, ഞാനാണെങ്കിൽ എന്തൊക്കെയാണ് അവനോട് കാണിച്ചു കൂട്ടിയത്, ഇനി എന്താ ചെയ്യുക, കരഞ്ഞ് കാല് പിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ എൻ്റെ ഗതി അധോഗതിയാണെന്നൊക്കെ പറയുന്നതും പെട്ടെന്ന് മാസ്റ്റർ പാർക്ക് നോക്കുമ്പോൾ ജെയ്യൂനാണെങ്കിൽ കൂളായിട്ട് നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല തനിക്കെന്താ ഇത് കേട്ടിട്ട് ഒരു ഞെട്ടലൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കിത് മുന്നേ അറിയായിരുന്നു എന്ന് ജെയ്യൂൻ പറയുന്നത് കേട്ട് എന്നിട്ട് എന്താടോ താൻ എന്നോട് അത് പറയാതിരുന്നേ എന്ന് പാർക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ രാജകുമാരനെ വെച്ചിട്ടല്ലേ അമ്പൊക്കെ ചെയ്തത്, തനിക്ക് അപ്പോഴെങ്കിലും പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജെയ്യൂനാണെങ്കിൽ ആ ടൈമിൽ അദ്ദേഹം രാജകുമാരനാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. കൊട്ടാരത്തിലാണെങ്കിലോ രാജാവ് ആകെ വിഷമത്തിലായിരിക്കും, അതായത് മകൻ്റെ ആ ചേംബറിൽ നിന്ന് നമ്മുടെ കിംചയാണെങ്കിൽ പുറത്തേക്ക് പോകുന്നില്ല, ഏത് സമയവും ആളുടെ കൂടെയാണ്, മകനോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല, അതിൻ്റെ വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് കിംച വരുന്നതും രാജാവാണെങ്കിൽ നിങ്ങളെ ആരൊക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് അറിഞ്ഞു, ആരത് ചെയ്തത്, ആർക്കാ ഇത്ര ധൈര്യം എന്നൊക്കെ
പറഞ്ഞ് ഒരു അഭിനയം അങ്ങ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ കിംചയാണെങ്കിൽ താങ്കൾ എന്തായാലും അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഇപ്പം നമ്മുടെ രാജകുമാരൻ തിരിച്ചെത്തിയല്ലോ, ഇനി ആരും എനിക്കെതിരെ ഒന്നും ചെയ്യാൻ നോക്കില്ല, കാരണം ഞാൻ രാജകുമാരൻ്റെ ഫാദർ ഇൻ ലോ അല്ലേ, അതുകൊണ്ട് ഇനി എന്നെ ആരും തൊടില്ല എന്നവിടെ പറയുന്നുണ്ട്. രാജാവാണെങ്കിൽ പിന്നീട് ക്യൂനെ കാണുന്ന ടൈമിൽ ക്യൂൻ അവിടെ പറയുന്നുണ്ട്, അതായത് എൻ്റെ മകൻ അതായത് പ്രിൻസസ് എവോണിനെ പറ്റി ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു അവസ്ഥയിൽ അവന് നേരിടേണ്ടി വന്നേന്നൊക്കെ പറയുമ്പോൾ കിമ്മാണെങ്കിൽ എനിക്കും അവനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്, പക്ഷെ എൻ്റെ മൂത്ത മകൻ ലിയൂളാണ്, അവൻ തിരിച്ചെത്തിയല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് കിങ് സംസാരിക്കുന്ന ടൈമിൽ ഇതൊക്കെ കേൾക്കുന്ന ക്യൂന് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാകുന്നില്ല. കിങ് ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒറ്റ കാര്യത്തിൽ മാത്രമേ അസ്വസ്ഥതയുള്ളൂ, അത് കിംച ജീവനോട് തിരിച്ചു വന്നതിലാണ് എന്നവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കിംചയുടെ അടുത്തേക്ക് വരുന്ന സ്റ്റാഫ് ആണെങ്കിൽ ആ പെൺകുട്ടിയെയും പെൺകുട്ടിയുടെ അച്ഛനെയും കാണാനില്ല, അവർ നാട് വിട്ടു എന്നാണ് തോന്നുന്നത്, എന്തായാലും നന്നായി തന്നെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കിംചയാണെങ്കിൽ അതവിടെ നിൽക്കട്ടെ, ഹോങ്ഷിമിൻ്റെ ബ്രദറെ കണ്ടുപിടിക്കാനും ആളെ കൊല്ലണ്ട, ജീവനോടെ എനിക്ക് വേണം, കാരണം എനിക്കൊരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട് എന്നാണ് കിംച അവിടെ പറയുന്നത്. നെക്സ്റ്റ് സീനിലെ ഹോങ്ഷിമിൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് വരുന്ന ഇവൻ്റെ ആളാണെങ്കിൽ അതായത് വൈസ് പ്രീമിയർ കിംച രാജകുമാരനെയും കുട്ടി കൊട്ടാരത്തിൽ പ്രവേശിച്ചു, ആൾ മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നതും, അതുപോലെ 4 ദിവസത്തിന് ശേഷം ഇവിടെ ഒരു കപ്പൽ വരും, അപ്പോൾ അതിൽ നിങ്ങൾ രക്ഷപ്പെടണം, ഉടനെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതാണ് എന്തുകൊണ്ടും ഉചിതമെന്ന് പറയുന്ന ഈ സ്റ്റാഫ് ഇവന് മരുന്നും കൊടുത്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇവനാണെങ്കിൽ ഈ മരുന്നൊക്കെ പരട്ടുന്ന സമയത്താണ് അങ്ങോട്ട് ഹോങ്ഷിമ് വരുന്നതും ഇതെന്താ ഈ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, സാധാരണ ഒരു മുറിവാണെന്ന് പറയുന്നതും, എന്നിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഹോങ്ഷിം ആണെങ്കിൽ ചേട്ടൻ എങ്ങനെയാണ് അത് രാജകുമാരനാണെന്ന് തിരിച്ചറിഞ്ഞത്? രാജകുമാരനെ അങ്ങനെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയില്ല, അങ്ങനെ എല്ലാവർക്കും കാണാനും കഴിയില്ല, അത്രയും ക്ലോസ് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തൊക്കെ ജീവിക്കുന്നവർക്ക് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ എന്താ ശരിക്കും ജോലി എന്നൊക്കെ ഇവൾ ചോദിക്കുന്ന ടൈമിൽ ഇവൻ അവിടെ പറയുന്നുണ്ട്, അതായത് ഒരുപാട് ഹയർ ഒഫീഷ്യൽസിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇത്രയും കാലം ജീവിച്ചത്, അതിൽ ഒരുപാട് നല്ല ആളുകളുണ്ടായിരുന്നു, പൊട്ട ആളുകളുണ്ടായിരുന്നു, എന്തായാലും ഇപ്പോൾ ഞാൻ അതൊക്കെ നിർത്തിയിട്ട് ഇവിടെ നിന്നും ഒരുപാട് ദൂരത്തേക്ക് പോയി നിൻ്റെ കൂടെ താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഹോങ്ഷിം ആണെങ്കിൽ ഞാനും ഇപ്പോൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, എത്രയും ദൂരത്തേക്ക് പോകാൻ പറ്റുമോ അത്രയും ദൂരത്തേക്ക് പോകണം, എന്നാലേ എനിക്കിതൊക്കെ മറക്കാൻ കഴിയൂ എന്ന് ഹോങ്ഷിം അവിടെ പറയുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത്.